ഹലോ ഗെഡീസ്. അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, ദ ആൽഫ്രഡ്. ഇവിടെ മെഡിക്കൽ സയൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ആ കാണുന്ന പാലുണ്ടല്ലോ, അത് അവിടുത്തെ എയർ ആംബുലൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു പാർക്കാണ്, ഫോക്നർ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. സിറ്റിയോട് അടുത്തായ കാരണം കൊണ്ട് തന്നെ കുറച്ച് സിറ്റി വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്നും രാവിലെയും വൈകിട്ടും ജോലിക്ക് പോകുമ്പോഴും കഴിയുമ്പോഴും ഈ പാർക്കിലൂടെ തന്നെ നടന്നിട്ടാണ് ഞാൻ സ്റ്റേഷനിലെത്താറ്. പിന്നെ ഇവിടെ ഇപ്പോൾ രാത്രി 8:30 ആയിട്ടുണ്ട്. ഡേ ലൈറ്റ് സേവിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ടും പിന്നെ സമ്മറായ കാരണം കൊണ്ടും ഒരു 9 മണിക്കാകുമ്പോഴാണ് ഇരുട്ടാറുള്ളൂ. അങ്ങനെ ഒരു സ്ട്രീറ്റിലെത്തും. സ്ട്രീറ്റ് ഭയങ്കര ലൈവാണ്, കാരണം കുറേ അധികം റെസ്റ്റോറൻറ്റ്സ് ഇതിലുണ്ട്. ആ സ്ട്രീറ്റിലൂടെ പോകണം തന്നെയാണ് ഇവിടുത്തെ ട്രാമും. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ റോഡിൽ കൂടെ പോകുന്ന ട്രെയിനിനെ പറയുന്നതാണ് ട്രാം. അങ്ങനെ സ്റ്റേഷനിലെത്തി. ഞാൻ പോകേണ്ടത് ക്രാഡ്മൺ ലൈനാണ്. എൻ്റെ മൈക്കൊക്കെ എടുത്ത് ഞാൻ ടച്ച് ഓണൊക്കെ ചെയ്ത് സക്സസ്ഫുള്ളി സ്റ്റേഷൻ്റെ അകത്തേക്ക് ചെന്നു. അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ട്രെയിൻ അവിടെ വരുന്നുണ്ടായിരുന്നു. ഓടിച്ചാടി അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറി. അങ്ങനെ ഇത്രയധികം സ്റ്റേഷന് ശേഷം വെസ്റ്റ് ഹോൾ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങേണ്ടത്. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റേഷനെത്തി. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി എൻ്റെ വീടിനടുത്തുള്ള സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ ഇറങ്ങി. അവിടെ ഓൾറെഡി സ്റ്റേഷനിൽ ലിഫ്റ്റും ഉണ്ട്, സ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഹെൽത്തി ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓടിച്ചാടി പുറത്തിറങ്ങിയപ്പോഴേക്കും 9 മണി ആയിട്ടുണ്ടായിരുന്നു. നേരെ ആകുമ്പോഴേക്കും ഇത്തിരി ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഓടിച്ചാടി വീട്ടിലെത്തിയപ്പോൾ എൻ്റെ പുരുഷു ചിരിച്ചുകൊണ്ട് എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ് ചെയ്ത് എൻ്റെ സ്കിൻ കെയറൊക്കെ കുറച്ച് ചെയ്ത് എൻ്റെ അരുമോൻ നല്ല മട്ടൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഹോം സിനിമ റിപ്പീറ്റ് കുറച്ച് വാച്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. അത്രയുള്ളൂ. ടാറ്റാ.